ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ നടാട്ടാണ്. ഞാൻ ഇന്ന് വണ്ടിയിൽ പോകുമ്പോൾ ഒരു ഗാനം ആലപിക്കാമെന്ന് കരുതി. നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ ഒരു ഗാനമാണ്. ഗാനം ഒരൊറ്റ ശ്വാസത്തിൽ പാടേണ്ട ഒരു ഗാനമാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഗാനം ആലപിക്കുന്നു. അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മി മേലെ തേച്ച് നീട്ടിയരച്ചോളെ. അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മി മേലെ തേച്ച് നീട്ടിയരച്ചോളെ. മഞ്ഞൾ കൊത്തമല്ലി അമ്മി മേലെ തേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടിയരച്ചോനെ. അങ്ങേ പറമ്പിലെ കോമാങ്ങ മൂത്തപ്പോൾ 5-6 കോമാങ്ങ അഞ്ചോടെ തിന്നോളെ. ഒഴുക്കുള്ള വെള്ളത്തിൽ മേലോട്ട് നീന്തിയപ്പോൾ പരുക്കൊന്നും കൂടാതെ കീഴോട്ട് പോന്നോനെ. കല്യാണത്തിനായി വളയിട്ട കാലത്ത് കണ്ടോന്റെ കൂട്ടത്തിൽ കറങ്ങിയടിച്ചോളെ. ഒരു കെട്ട് പപ്പടം കച്ചിയെടുത്തിട്ട് ഒറ്റയ്ക്കതു തിന്ന് പൊട്ടിച്ചെടുത്തോനെ. മുട്ടപ്പം വെള്ളത്തിൽ എട്ടണ പോയപ്പോൾ മുണ്ടൊന്നും നനയാതെ കുമ്പിട്ടെടുത്തോളെ. കൊണ്ടോട്ടിയിൽ നിന്ന് സൈക്കിൾ എടുത്തിട്ട് വട്ടത്തിൽ ചാവിറ്റപ്പം നീളത്തിൽ പോയോനെ. അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്തമല്ലി അമ്മിമേല് തേച്ച് നീട്ടിയരച്ചോളെ. മഞ്ഞൾ കൊത്തമല്ലി അമ്മിമേലെ തേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിഞ്ഞരച്ചോനെ. അപ്പോൾ ഈ ഒരു സുപ്രഭാതത്തില് ഈ ഒരു ഗാനം വണ്ടിയിൽ പോകുമ്പോൾ നല്ല മഴയാണ്. തണുത്തിട്ട് ഇവിടെ എന്തെന്ന് പറയാ, അത്രയും തണുപ്പാണ്. നമ്മളിപ്പോൾ ഊട്ടിയിലൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. വളരെ എന്തെന്ന് പറയാ, നല്ല മഴയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മഴയായിട്ട് തോന്നുന്നില്ല. പൊട്ട മഴയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ട മഴയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയ്ക്ക് അതൊരു വിഷമവും. അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോണ വഴിയിൽ ഇപ്പോൾ വേറൊരു ക്യാമറയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മളിപ്പോൾ എന്തായാലും ഇതുപോലെ വിഷ്വൽസുകൾ കിട്ടുകയാണെങ്കിൽ നമുക്കതുപോലെ ഇടയ്ക്ക് ഓരോ പാട്ടുകളൊക്കെ പാടിയിട്ട് ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടോ മിണ്ടാതിരുന്നിട്ടോ കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും വർത്താനം പറഞ്ഞ് സംസാരിച്ച് മുറിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ വെറുതെ എന്ന് നാട്ടിൽ കയ്യും തരിയിട്ട് കിടന്ന് ഉറങ്ങി കഴിഞ്ഞാലും കാര്യം നടക്കില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. നമ്മളിപ്പോൾ കൊള്ളസംഘത്തിൻ്റെ കൂടെ നിന്നിട്ടോ മറ്റുള്ളവരെ കൂടെ നിന്നിട്ടോ കക്കാനൊന്നും പോകണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ വിഷ്വൽ കാണിച്ചിട്ടൊരു പാട്ട് പാടണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ ലൈക്ക് തരാ, ഷെയർ തരാ, ബെൽസ് അടിക്കുക എന്നൊക്കെ പറയേണ്ടപ്പോൾ ഇത് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അത് ഓരോ എൻ്റർടൈൻമെൻറ്റ് കൂടി. കാരണം വെച്ചാൽ കല്യാണം കഴിച്ചിട്ടില്ലേ. അപ്പോൾ കല്യാണം കഴിക്കുന്ന പെണ്ണിനോടൊക്കെ പറയണത് ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് ആ സ്വഭാവം നോക്കിയിട്ട് പെണ്ണ് കിട്ടിയാൽ മതി എന്നാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ പാട്ട് അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഇതിലും നന്നായിട്ട് ഞാൻ പാട്ട് പാടുന്ന ഒരാളാണ്. കാരണം വെച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ പാട്ടുകൾ മാത്രം പാടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. പാട്ടുകൾ ഇങ്ങനെ മാറി മാറി നമ്മൾ പലതും പാടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു നമ്പർ കൊടുക്കണ്ട. 1-2 കേസുകളൊക്കെ പെണ്ണുങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ കുറേയൊക്കെ പോണ കാണാറുണ്ട്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടു നിർത്താനുള്ള ഒരു പെണ്ണെന്ന് പറയുമ്പോൾ അങ്ങനെ വേണ്ട. ചെക്കൻ മണി ചോദിച്ച പോലെ അല്ല, പൊന്മണി ചോദിച്ച ഒരു പ്രോഗ്രാമിൽ എനിക്കൊരു ഓർമ്മ വരികയാണ്. ശ്വാസം വിട്ടിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചാണ്. മഴ നിൽക്കണില്ല. അപ്പൊ ചക്ക കുടിക്കില്ല, വലിക്കില്ല, പെണ്ണ് പിടിക്കില്ല, കള്ളു കുടിക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പൊ നമുക്ക് ആ ചക്ക ഞങ്ങളെ ഉറപ്പിച്ചുള്ള എടുത്ത വഴിക്ക് നമ്മുടെ കേൾക്കണില്ലേ പറഞ്ഞത്. എടുത്ത വഴിക്ക് പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞു പെണ്ണിനെ പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പിന്നെ കല്യാണം കഴിക്കാൻ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ സത്യസന്ധനായിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് അന്ന് മനസ്സിലായിട്ട് കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെക്കൻ കള്ളു പിടിക്കില്ല, പെണ്ണ് പിടിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെണ്ണിൻ്റെ അച്ഛനെ ചോദിക്കാം, പെണ്ണ് പിടിക്കില്ല അച്ഛന് പിന്നെ കല്യാണം നടത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു കോമഡി വർക്കൗട്ട് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു നോക്കിയതാണ്. കാരണം തന്നെ ഇപ്പോൾ ഒരു പാട്ടുകൊണ്ടൊന്നും ഈ യാത്ര അവസാനിക്കില്ല.
യാത്ര അവസാനിക്കുമ്പോൾ മറ്റുള്ള ഗാനങ്ങളാണ് വരിക. അപ്പോൾ എന്താ കാര്യം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പാടത്ത് പോയിരുന്നു. പാടത്ത് പോയപ്പോൾ ഒക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. വിത്ത് വിതച്ചു അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സ്ഥലത്ത് സന്തോഷമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് സന്താപമാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, നല്ലൊരു കാലാവസ്ഥയും നല്ല ഒരു അവസ്ഥയും തരുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അല്ലാണ്ട് നമുക്കും മനുഷ്യന്മാർക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞത് കത്തണ